ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിഖ്. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കിഡ്സിന്റെ ഡ്രസ്സാണ്. കിഡ്സിന്റെ ഡ്രസ്സിൽ ബോയ്സും ഗേൾസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നഴ്സറിയിലോട്ടും അംഗനവാടിയിലോട്ടും സ്കൂളിലോട്ടും ഒക്കെ കിഡ്സിന് വിയർ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലുള്ള ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കറക്റ്റ് പിക്ചറും അതുപോലെ പ്രൈസും ഞാൻ മേലെ കൊടുക്കാം. എല്ലാ ഡ്രസ്സുകളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 200 റുപ്പീസിന്റെ താഴെയായിട്ടാണ്. ചിലത് 150 റുപ്പീസിന്റെ ഒക്കെ താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്രയും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിഡ്സിന് വാങ്ങാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മീഷോയിൽ നിന്നാണ്. ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹെവി വർക്കോ ഫ്രോക്ക് ടൈപ്പോ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് മക്കൾക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് നമ്മുടെ വൈറ്റ് കളറും ഹേഷ് കളറും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ട്രൗസർ മോഡലാണ്. നമ്മുടെ 3/4 കണ്ടിട്ടില്ലേ, 3/4 ആ ഒരു റേറ്റിൽ 100 മിനിറ്റ് ആ ഒരു ലെവലിൽ വരുന്ന ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. എന്നിട്ട് താഴെയായിട്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലാസ്റ്റിക് ആണ്. രണ്ട് സൈഡും ഇങ്ങനെയാണ്. നല്ല പ്യുവർ വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ്. പക്ഷെ ജോർജറ്റിൽ കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. കംപ്ലീറ്റ് ജോർജറ്റ് മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ഇതാണ്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. ഇതാണ്. ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിന് മോശം കാര്യങ്ങളൊന്നും പറയാനില്ല. നല്ല ഒരു അടിപൊളി വൈറ്റ് കളറിലുള്ള ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി അതിലോട്ട് നമ്മുടെ ടോപ്പ് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. സെയിം ആണ്. നെക്ക് ബാക്കും ഫ്രണ്ടും വന്നിട്ട് സെയിം അളവാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു ഷോർട്സിലുള്ള പ്ലീറ്റ്സ് ഈ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊരു ബട്ടർഫ്ലൈന്റെ ആ ഒരു ടൈപ്പ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ. താഴേക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ശീലയും ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഇതുപോലൊരു ചെക്ക് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു പ്രൈസിന് എന്തായാലും ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ 3-4 ഇയേഴ്സ് ആണ്. ഈ എല്ലാ ഡ്രസ്സും ഞാൻ വന്നിട്ട് 3-4 ഇയേഴ്സ് ആണ്. പക്ഷെ 3-4 ഇയേഴ്സിന്റെ പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓരോ സൈസിനനുസരിച്ചിട്ട് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സൈസ് നോക്കുക, അതിന്റെ പ്രൈസ് നോക്കുക കേട്ടോ. ഈ ഒരു പ്രൈസ് തന്നെ ആവണമെന്നില്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സൈസിന്. കയറി നിൽക്കുന്ന നെക്കാണ്. നമുക്ക് ഷിബ് വെച്ച് ഓഫ് ചെയ്യാം. ഇനി രണ്ടാമത്തേത് വന്നിട്ട് നമ്മൾ ഒരു ബോയ്സിന്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു കളർഫുൾ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടീഷർട്ടാണ്. നല്ല 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 കളർ യെല്ലോ കളറാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡും ഇതുപോലെ വൈറ്റ് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടീഷർട്ടാണ്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെയാണ്. സ്ലീവും നമ്മളെ വൺ സ്ലീവ് ബ്ലാക്കും വൺ സ്ലീവ് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ടീഷർട്ടാണ്. ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല കോട്ടൺ ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ പറയാനുള്ള നല്ല അത്യാവശ്യം നല്ല വീതിയും വലിപ്പവും ഒക്കെ ഉള്ള നല്ലൊരു ടീഷർട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഷോർട്സ് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന
ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഇതും വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാണുന്നുണ്ടോ ഇല്ലയോ, അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ്. നല്ല നല്ല ഭംഗിയുണ്ട്, നമുക്ക് വിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷോർട്സും ടീഷർട്സും ആണ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇനി മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ് ഇത്. ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്. നമുക്ക് കളേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്. ഇത് വന്നിട്ടും നമ്മുടെ ഷോർട്സും അതുപോലെ ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള ടോപ്പുമാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും വേണമെങ്കിൽ. ഇത് റൗണ്ട് നെക്ക് ആയിട്ടുള്ള, ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് പോലത്തെ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് ഫുൾ പ്ലീറ്റ്സ് ആണ്. ബാക്കിൽ വന്നിട്ട് ഒരു ഷിബ് കൊടുത്തിട്ടുണ്ട് താഴെ വരെയായിട്ട്. എന്നിട്ട് ആ ഒരു പ്ലീറ്റ്സ് തന്നെയാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. പക്ഷെ ജോർജറ്റിനെക്കാളും വേറൊരു മെറ്റീരിയൽ, നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മെറ്റീരിയൽ. കളറും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിക്ചറിൽ കണ്ട അതേ സെയിം കളറാണ് ഇതിനും വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഷിബ് ഓപ്പൺ ചെയ്യാം, പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയൊരു സ്ലീവ് ആണ് കേട്ടോ. സ്ലീവ് ഇല്ല, പക്ഷെ നമ്മുടെ ഈ ഒരു പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി മോഡലായിട്ട് നമുക്ക് വിയർ ചെയ്യാം. ഇനി ഇതിലോട്ട് വരുന്നത് ഒരു ഷോർട്സ് ആണ് കേട്ടോ. ഷോർട്സ് വന്നിട്ട് നമ്മുടെ നേരത്തെ കണ്ട അതേ ഷോർട്സ് തന്നെയാണ്. ഇലാസ്റ്റിക് വന്നിട്ട് താഴെ പ്ലീറ്റ്സ് വന്നിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോർട്സും ഡ്രസ്സും ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസും 3-4 ഇയേഴ്സ് ആണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് നമുക്കൊരു ബോയുടെ ഡ്രസ്സ്. ഞാൻ ബോയ് ഗേൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് ടീഷർട്ട് വന്നിട്ട്. ഇത് ഒരു ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു സ്കൈ ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു ജസ്റ്റ് ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ലൈറ്റ് പറഞ്ഞാൽ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ടീഷർട്ടാണ്. നിങ്ങൾക്ക് ഫോട്ടോയിൽ ഒരു സ്കൈ ബ്ലൂ കളർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോട്ടൺ മെറ്റീരിയലുള്ള ടീഷർട്ടാണ്. ഇതൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ. ഒരു 90% സൈഡ് ഫുൾ ഗ്രീനും ഈ ഒരു ജസ്റ്റ് സൈഡ് മാത്രം ഒരു എന്താ പറയാ ഒരു വൈറ്റ് ഗ്രീൻ ഹാഷ്, ആ ഒരു ഹാഷ് അല്ല എന്താ പറയാ ഗ്രേ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ബാഗിനൊക്കെ ഉണ്ടാവില്ലേ ഒരു ബെൽറ്റ്, അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇനി മക്കളുടെ കയ്യിൽ നമ്മൾ ക്യാഷോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നല്ല സേഫ്റ്റിലി ആയിട്ട് നിന്നോളും. അങ്ങനെ ഒരു വെറൈറ്റി മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കണ്ടത്. ഇങ്ങനെ പോക്കറ്റ്സിന്റെ സൈഡിൽ ഇതുപോലത്തെ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരു ടീഷർട്ടാണിത്. സ്ലീവ് വന്നിട്ട് രണ്ടും ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ബാക്ക് വന്നിട്ട് ഇതുപോലെ ഗ്രീൻ ഷെയ്ഡാണ്. ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലിലുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഷോർട്സ് വന്നിട്ട് ഈ ഒരു കളറാണ്. നമ്മുടെ ടീഷർട്ടിന്റെ സൈഡിലുള്ള ആ ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതും ക്വാളിറ്റി ഉള്ള നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ ഗേളിന്റെ ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ഡ്രസ്സിന്റെ ഏകദേശം ആ ഒരു സെയിം മോഡൽസിലൊക്കെ വരുന്ന ഡ്രസ്സാണ്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ബട്ടർഫ്ലൈന്റെ ഇതുപോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ പ്ലീറ്റ്സും അതിന് താഴെ ഒരു വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്ക് ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലത്തെ ഷിബാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹാഫ്
ഫ്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾക്കെല്ലാം ഇട്ട് കൊടുത്താൽ എന്തായാലും ഭംഗി ഉണ്ടാവും. ഉള്ളിൽ ലൈനിങ് വന്നിട്ടുണ്ട്. 3-4 ഇയേഴ്സ് ആണ്. ഈ 3-4 ഇയേഴ്സിന്റെ സൈസ് വന്നിട്ട് 22 ആണ് കേട്ടോ. ചിലർക്ക് 3-4 ഇയേഴ്സിന്റെ, ചിലർ 22, 24 ആ ഒരു സൈസ് ഒക്കെയാണ് കാണിക്കുക. അപ്പൊ ഇതിൽ 22 ആണ് സൈസ് വന്നിട്ടുള്ളത്. ഉള്ളില് ലൈനിങ് ഉണ്ട്. ഈ ഒരു പ്ലീറ്റ്സിന് ലൈനിങ് ഇല്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഇതുപോലൊരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തന്നെയാണ്, ഇലാസ്റ്റിക് ആണ്, ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഷോർട്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു ബോയ്സിന്റെ ടീഷർട്ട് ആണ്. ഇത് വന്നിട്ട് നല്ല വൈറ്റ് കളറിൽ നമ്മൾ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സിന്റെ ഈ ഒരു ഷെയ്ഡിലുള്ള കളറാണ്, ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വർക്ക് എന്നറിയില്ല, ഒരു ബെൽറ്റിന്റെ മോഡൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വർക്കാണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡില് നമ്മുടെ ബാഗിന്റെ ആ ഒരു ഇത് നമ്മൾ സൈഡ് ബാഗ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ, അതിന്റെ അതേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി മോഡൽ. ബാക്കിലാണല്ലോ ഇപ്പൊ ഫുൾ ടീഷർട്ടിന് വർക്ക് വരുന്നത്, അതുപോലെ മക്കളുടെ ടീഷർട്ടിലും ബ്ലാക്കിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ മെറ്റീരിയൽ ആണ്. അതുപോലെ 3-4 ഇയേഴ്സ് ആണ് സൈസ് വന്നിട്ട്. നല്ല മെറ്റീരിയൽ ആണ്. അതിലോട്ട് പെയർ ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതുപോലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബേബി ഗേളിന്റെ ഡ്രസ്സാണ്. ഇതും നമ്മുടെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഡ്രസ്സിന്റെ സെയിം ആയിട്ട് നമുക്ക് തോന്നും. ഇത് ഫ്രണ്ടിൽ അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. സ്ലീവ് വന്നിട്ട് ചെറിയൊരു എന്താ പറയാ, പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്നിട്ട് ഇതുപോലെ 2 ഞെറിവ് കൊടുത്തിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ട് ഷിബാണ്, ഇങ്ങനെ പ്ലീറ്റ്സ് ആണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് കുറച്ച് ഹൈ നെക്കാണ് കേട്ടോ, കുറച്ച് കയറി നിൽക്കുന്ന നെക്കാണ്. നമുക്ക് ഷിബ് വെച്ച്